ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ചില പാരന്റ്സിനെങ്കിലും എന്നോട് ചില ദേഷ്യം തോന്നാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പാരന്റിങ് എങ്ങനെയാണ്? ഒരാള് ഒരു പാരന്റ് ആകുന്നു. പാരന്റ് ആയതിനു ശേഷം കംപ്ലീറ്റ്ലി ആ വ്യക്തി ചേഞ്ച് ആകുകയാണ്. നിങ്ങൾക്ക് ഫിസിക്കലി ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങളുടെ ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരു പുതിയ ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങളെ മറന്ന ഒരു പാരന്റ് ആകേണ്ട ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പാരന്റിങ് ഇത് വല്ലാണ്ട് നോർമലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാ ജീവിക്കാൻ? ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെയും ശ്രദ്ധിക്കണം. നിങ്ങളെ ശ്രദ്ധിക്കാണ്ട്, നിങ്ങളെ മനസ്സിലാക്കാണ്ട്, നിങ്ങൾക്ക് വേണ്ട സമയം നിങ്ങളെ മാറ്റി വെക്കാണ്ട് ലൈഫിൽ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കാൻ നിൽക്കരുത്. നാളെ ഒരു ദിവസം അവർ ചോദിക്കും എന്തിനായിരുന്നു, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മൾ റിഗ്രറ്റ് ചെയ്യും, ഞാൻ എന്നെ മറന്ന് ഇത്രയും എഫേർട്ട് ഇടേണ്ട ആവശ്യം ഉണ്ടാവും. ആസ് എ പാരന്റ് നിങ്ങളെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ആദ്യം ഒരു കപ്പിന്ന് ഒന്നുമില്ലാതെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമോ? അതിനകത്തുനിന്ന് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? നമ്മുടെ ഉള്ളിൽ നമ്മളെ സ്നേഹിച്ചാലേ നമ്മളെ കെയർ ചെയ്താലേ നമുക്ക് മറ്റൊരാളെ കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടിയും സമയം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇഫ് യു ആർ എ പാരന്റ്, ഇപ്പൊ ന്യൂ ബോൺ പാരന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാരന്റിങ്ങിൽ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, ഏത് സ്റ്റേജ് ഓഫ് പാരന്റിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു 25,000 രൂപ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ നിങ്ങളുടെ സാലറി, അതിൽ 1% നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉള്ള ആളായിരിക്കാം, ആ ഹോബി കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് തരുന്ന കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്, നിങ്ങളുടെ സ്ട്രെസ് അവിടെ നിങ്ങൾ അഡ്രസ് ചെയ്യുക. ആ സ്ട്രെസ് കുറച്ചുകൂടെ സെറ്റിൽ ഡൗൺ ആകാനുള്ള സമയം കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ കുഞ്ഞിന്റെ പുറകെ ഓടണ്ട. നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആകണ്ട. നിങ്ങൾ കൃത്യമായിട്ടൊരു ബാലൻസ് ആണ് ആവശ്യം. നിങ്ങൾ കെയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ നല്ലപോലെ സ്നേഹിക്കാൻ